ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവനും സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് ഞങ്ങള് പാലക്കാടാണ് കേട്ടോ. അപ്പോ സംഭവം വേറൊന്നുമല്ല, ഇവിടെ അച്ഛന്റെ റിട്ടയർമെന്റ് ആണ്. അപ്പോ 25 വർഷത്തെ സേവനം, സുസ്ഥിരമായ സേവനം, അത് അവസാനിക്കുകയാണ്. സോ നമ്മൾ അതിന്റെ പ്രോഗ്രാം കാര്യങ്ങള് ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊരു ചുമ്മാ ഒരു വ്ലോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. വീടിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോർഷൻ, ഇവിടെയാണ് നമ്മള് പരിപാടി പാർട്ടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചെറുതായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റും അങ്ങനെയുള്ളതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചാട്ടോ, ഒരു വൈബ് കിട്ടുമല്ലോ വിചാരിച്ചു. അതെ, ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ഈ സ്റ്റേജും, പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനും ബൊഫേ സംഭവങ്ങളും ഫുൾ ഓപ്പൺ ആയിട്ട് ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് ആ ചളിയൊളി ഫുള്ള് കാണാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ഈ സാഹചര്യം, കനത്ത മഴയും കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്ഥലത്തുനിന്ന് നമ്മള് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പ്രോഗ്രാം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ ഒരു ഹാളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അവിടെയാണ് പരിപാടി സംഭവങ്ങളൊക്കെ. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും ഇന്ന് നടക്കുന്ന സംഭവങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങള് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം കിട്ടും, വ്ളോഗ് ബാക്കി കണ്ടിന്യൂ ആവോ എന്താ എന്നൊന്നും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ദിവസം ക്യാപ്ചർ ആയി ഇരിക്കണം എന്ന് വിചാരിക്കണു. അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മയായിട്ട് അതൊരു വീഡിയോ ആയിട്ട് വേണം എന്നൊരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും, എന്തൊക്കെ ഇൻക്ലൂഡ് ആവില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ പറ്റുന്നത് പോലെ നമ്മള് പരിപാടി സംഭവങ്ങൾ എല്ലാം ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് May 31, അച്ഛന്റെ ലാസ്റ്റ് ഡേ ഓഫ് ഓഫീസ്. അച്ഛൻ എന്താണ് പറയാനുള്ളത്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്? ഞാൻ 2001 ഡിസംബറിലാണ് ജോലിക്ക് മുണ്ടൂർ കൃഷിഭവനിൽ ജോയിൻ ചെയ്യുന്നത്. അവിടുന്ന് ഇന്നേ വരെയുള്ള 25 വർഷക്കാലം വളരെ സ്നേഹത്തോടു കൂടിയും ഒരു കൂടപ്പിറപ്പ് എന്ന പോലെ കൃഷിഭവനിലെ സ്റ്റാഫുകളോടും അതോടെ ഒരു കുടുംബം പോലെയാണ് ഞാൻ ഇന്നേ വരെ കഴിഞ്ഞുകൂടി വന്നത്. ഈ പടിയിറക്കം മനസ്സിന് നല്ലൊരു വേദനയുണ്ട്. കാരണം ജോലി പോകുന്നുള്ളതല്ല എൻ്റെ വിഷയം. കാരണം ആ ഒരു നല്ലൊരു ബന്ധങ്ങൾ, സ്നേഹങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇനി ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് കിടക്കുന്നുള്ള സമയത്തുള്ള ആ ഒരു ദുഃഖം മാത്രമേ ബാക്കിയുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു ബാധ്യത എന്ന് പറയുന്നത് നമുക്കൊരു വീട് കെട്ടുക, മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം എന്നതൊക്കെ ആയിരുന്നു. അതിലുപരി അതെല്ലാം തരണം ചെയ്തു വന്നു. ഒരു വീട് വെച്ചു, മോളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ വലിയ ബാധ്യതകളൊന്നുമില്ല. ഇനി വിശ്രമ ജീവിതം, ഇനി മക്കളോടൊപ്പം തന്നെ സന്തോഷത്തോടെ ഇരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇന്ന് അച്ഛന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പൊ ഞങ്ങള് ഓഫീസിൽ അച്ഛനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. നമസ്കാരം, എൻ്റെ പേര് നിമ. ഞാൻ മലമ്പുഴ കൃഷി ഓഫീസറാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്വാമിയേട്ടന് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്വാമിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞു. എനിക്ക് ഈ കൃഷിഭവനിൽ വർക്ക് ചെയ്യാൻ അധികം പ്രയാസം തോന്നാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സ്വാമിയേട്ടൻ തന്നെയാണ്. അപ്പോൾ വന്ന അന്ന് മുതൽ അത്രയും അധികം ഹെൽപ്ഫുള്ളാണ് സ്വാമിയേട്ടൻ. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നത് വരെയും ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത്
വർക്ക് ചെയ്യിക്കുന്നതിലും ഇപ്പോൾ നമുക്കൊരു വർക്ക് ഏഡ് ചെയ്യുന്ന ടാർഗറ്റ് ചെയ്ത് തന്നാൽ കൂടെ അത് എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ആളാണ്. നമ്മളാണ് മലമ്പുഴ കൃഷിഭവനാണ് ആദ്യം ഒരുവിധം എല്ലാ ക്ലെയിമുകളും കൊടുക്കുന്നത്. അപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ചോദിച്ചാൽ അറിയാൻ കഴിയും. അങ്ങനെ ഫാമേഴ്സ് തലത്തിൽ പോയിട്ട് അത്രയും നന്നായിട്ട് ഇടപഴകി വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്വാമിയേട്ടൻ. അപ്പം എന്തായാലും നമ്മൾ ഈ 1.5 വർഷം ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെ ഒരു കുടുംബം പോലെയാണ്. ഒരാൾ പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഈ ഓഫീസിൽ സ്വാമിയേട്ടൻ ഇല്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഓഡിറ്റോറിയത്തിലോട്ടാണ്. അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു. ഈ ബലൂൺസ് കൊണ്ടുള്ള ഡെക്കോറൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ തീരെ ടൈം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞതും അച്ഛൻ്റെ ഒഫീഷ്യൽ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു ബ്ലോക്കിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഓട്ടമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഡെക്കറേഷൻ എന്ന് എല്ലാവരും പറയുക. പോയിട്ട് ഇനിയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്ന് ചാർജ് എടുത്ത് പിറ്റേ ദിവസം ഓഫീസിൽ വന്നോണ്ട് 2 സെക്കൻഡ് ക്ലെയിം ആക്കി മനസ്സിലായില്ല. എൻ്റെ സഹപ്രവർത്തകരും കർഷകരും എൻ്റെ ആളാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന ആശംസകൾ അറിയിക്കുക. ഒരു